Good evening, all of you. Okay, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ആ പഠിച്ചു, ആ അമ്മ പഠിച്ചു, ആ ആന പഠിച്ചു അല്ലേ? ഓക്കേ, പിന്നെ എന്തൊക്കെയാ പഠിച്ചു നമ്മള്? എല്ലാവർക്കും സ്വരാക്ഷരങ്ങൾ അറിയൂ അല്ലേ? അറിയില്ലേ എല്ലാവർക്കും? എസ് ആണെങ്കിൽ കൈ ഇങ്ങനെ കാണിക്കണം കേട്ടോ. അറിയുമെങ്കിൽ, അറിയില്ലെങ്കിൽ ഇങ്ങനെയും ഓപ്പോസിറ്റ്. അപ്പൊ എല്ലാവർക്കും സ്വരാക്ഷരങ്ങൾ അറിയാലോ. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാ? ആ ഇ ഉ ഇറ് എ ഐ ഓ ഔ ആ അല്ലേ അവിനാഷേ? അവിനാഷ് ഓക്കേ. ആ നൈജൽ ജോസഫ് ഓക്കെ. ആരോമൽ വന്നിട്ടുണ്ട്. എല്ലാവരെയും മിസ് കണ്ടു കേട്ടോ. അലോൺ ജോസഫ് ഉണ്ട്, ജിയോണ ഉണ്ട്. നസീം മുഹമ്മദ് എന്താ പരിപാടി? ഓക്കെ, ലിസൺ ഹിയർ. അപ്പോ അഭിരാമി നേരെ ഇരുന്നേ മോളെ. സമജ്ഞ വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, അപ്പോ എല്ലാവരും ക്ലാസ്സിൽ റെഡി ആയിരിക്കുന്നല്ലേ? ആർ യു റെഡി? യെസ് ആണെങ്കിൽ യെസ് പറയണം. ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ ഗുഡ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചാണ് അല്ലേ? അപ്പൊ ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയാണ് മിസ് ഇപ്പം പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കണം അല്ലേ? ഏതൊക്കെയാ വ്യഞ്ജനാക്ഷരങ്ങള്? ക ഖ ഗ ഘ ങ അല്ലേ? അതിൽ നമ്മൾ പഠിച്ചത് ച ഛ ജ ഛ ഞ. ഇത്രയും കൂടെ നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ ഗുഡ്. അപ്പോ ആദ്യം എങ്ങനെ എഴുതിയ നമ്മള്? ക ഖ ഗ ഘ ങ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചില്ലേ? അപ്പൊ എങ്ങനെയാ? ഇങ്ങനെ എഴുതി ക എഴുതി അല്ലേ? എങ്ങനെയാ ക എഴുതിയത്? all of you take your slate. അപ്പൊ സ്ലേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം എല്ലാവരും? അല്ല ക എഴുതണം അല്ലേ? ഓക്കെ, അപ്പൊ ക എങ്ങനെ എഴുതുക നിങ്ങൾക്ക് നല്ലപോലെ അറിയാം അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? ക കലം പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഖ എന്നുള്ള അക്ഷരത്തിന് എന്നാ പഠിച്ചേ? ഖ ഖം നഖം അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചാണ്. എഴുതാൻ പഠിച്ചില്ല. നമ്മൾ LKG അത് പഠിച്ചാണ് അല്ലേ? ഓക്കെ, അപ്പൊ ക രണ്ടാമത്തെ അക്ഷരം ഏതാ? ഖ അല്ലേ? എങ്ങനെ എഴുതണ്ടേ? ഇങ്ങനെ. ഓക്കെ, ക ഖ ഇത് നമ്മൾ പഠിച്ചാണ്. ഒന്നുകൂടി മിസ് പറയാണ്. ഓക്കെ, അപ്പൊ ഗ. നെക്സ്റ്റ് ഏതാ? മൂന്നാമത്തത് ഗ. ഗാനം ഗണപതി എന്നല്ല എഴുതുന്ന ഗ അല്ലേ? ഓക്കെ, ക ഖ ഗ. അത് കഴിഞ്ഞേതാ? ഘടികാരം എന്നില്ല ഖ അല്ലേ? ഘടികാരം മേഘം അങ്ങനെയല്ലേ ഖ അല്ലേ? മനസ്സിലാവുന്നില്ലേ അതില്? ഓക്കെ, നെക്സ്റ്റ് എന്താ? ങ. ഇത് നമ്മളെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. അതുകൊണ്ട് ക ഖ ഗ ഘ ങ അല്ലേ? അപ്പൊ ക കലം അല്ലെങ്കിൽ കരടി, ഖ നഖം, ഖം പിന്നെയോ ഗാനം ഗണപതി. നെക്സ്റ്റ് ഖയോ? നാലാമത്തെ ഖ എങ്ങനെ എഴുതുക? ഖ മേഘം എന്നില്ല ഖ അല്ലേ? ഘടികാരം മേഘം അങ്ങനെയല്ലേ എഴുതുന്ന ഖയാണ് നാലാമത്തെ ഖ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പുസ്തകം നമ്മൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പം പുതിയൊരു ബുക്കാണ്, നമുക്കത് പഠിക്കാം. അപ്പൊ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അക്ഷരങ്ങൾ നല്ലപോലെ അറിയണ്ടേ? നമ്മൾ UKG സ്റ്റാൻഡേർഡിലായില്ലേ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ UKGയിലായ സ്ഥിതിക്ക് എല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന? ആദ്യ അക്ഷരങ്ങൾ പഠിക്കുകയാണേ.
കഴിഞ്ഞ LKG നമ്മൾ ഈ കംപ്ലീറ്റ് സ്വരാക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ഖ ഖ ഗ ഖ ങ വ്യഞ്ജനാക്ഷരങ്ങൾ എന്നാണ് പറയുക കേട്ടോ മലയാളത്തിൽ ഇതിന്. ഓക്കെ, അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങളിൽ നമ്മൾ ഇത് പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ചാ 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 ചാഞ്ഞയും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ എങ്ങനെ എഴുതുക? ച ചാ ചർക്ക. അപ്പൊ ചാ ചർക്ക എങ്ങനെ ചായ എഴുതുക നോക്കിയേ. ച. ഓക്കെ, ചാ ചർക്ക. എല്ലാവരും എഴുതണേ. നെഹ്ലക്കുട്ടി എഴുതിയേ. നെഹ്ല. നെക്സ്റ്റ് ഏതാ? ചായ. അടുത്തത് എങ്ങനെയാ എഴുതണ്ടേ? ചായ എഴുതിയിട്ട് ഇങ്ങനെ എടുത്ത് ച, ചായ എന്നില്ല ച. നെഹ്ല ലിസൺ ഹിയർ. ഗുഡ് ഗേൾ അല്ലേ, സൂപ്പറായി എഴുതിയേ. എവിടെ സ്ലേറ്റ്? ടേക്ക്. ഓക്കെ, ഗുഡ്. പിന്നെ ആരാ? ആരോമൽ. ഓക്കെ, ആരോമൽ എഴുതുന്നുണ്ട്. അവിനാശ് എഴുതുന്നില്ലേ മോനെ? എല്ലാവരും സ്വന്തം എഴുതണം, അമ്മേനെയൊന്നും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഓക്കെ, ഇവിടെ ഇഷാൻ സൂപ്പറായി എഴുതി, നല്ല വൃത്തി എഴുതിയിട്ടുണ്ട്, നല്ല മോൻ. ഓക്കെ, നെക്സ്റ്റ് ആരാ? അപ്പൊ ചായ എഴുതി. നെക്സ്റ്റ് ച ച. ഇനി ജ. ജ എങ്ങനെയാ എഴുതുക? ജനൽ നില ജ, ജനൽ നില ജ. ഓക്കെ, ഭവിക മോള് കുറച്ച് വെളിയത്തേക്ക് ഇരുന്നേ മോളെ. ഭവിക, സ്ലേറ്റ് അങ്ങനെ കാണുന്നില്ല ടീച്ചറിന്. ചാച്ച ചാച്ച ച. നാലാമത്തെ ച എങ്ങനെയാ? ചഷം, ചഷം. ഝാൻസി റാണി നല്ല ഇരുന്ന ച. കെ ച. കാണുന്നുണ്ടല്ലോ എല്ലാവരും? ഓക്കെ, ഞ. ഇനി ഞ. ഞണ്ട്, ഞാഞ്ഞൂൽ. അങ്ങനെയല്ലേ എഴുതുന്ന ഞ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇത് കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. അപ്പൊ എല്ലാവരും പഠിച്ചല്ലേ? ആ ഭവിക കുട്ടി എഴുതി. ഓക്കെ, സൂപ്പർ. അപ്പൊ ചാ ചാ ജാ ചാ ഞ. ജിയോണ എഴുതിയോ മോളെ? ച ച ജാ ചാ ഞ. പഠിച്ചു എല്ലാവരും? ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, എഴുതിയോ? ചാ ച ചാ ച. ഓക്കെ, ആരോമൽ എഴുതി. ചാ ചാ ജാ ച. ഞാൻ എഴുതും മോനെ, ഞാ ഞാ. ഓക്കെ, ആ അവിനാശ് എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ട്. അയോൺ സബിൻ എഴുതുന്നുണ്ട്. കുറച്ച് ഞായും എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ചാ കുറച്ച് ശരിയാക്കാനുണ്ട് അല്ലേ അയോണേ? ഓക്കെ, നെഹ്ല ഫാത്തിമ എഴുതി. പിന്നെ ആരാ എഴുതിയേ? മുഹമ്മദ് സിയാൻ എഴുതിയോ മോനെ? അന്നാഗ്രേസ് എഴുതിയിട്ടുണ്ട്. അമീൻ താജോ? ദേവപ്രിയ, അക്സം മുഹമ്മദ് ഷാ എഴുതിയിട്ടുണ്ട്. ഫിയോണ മരിയ എഴുതി. ധ്യാൻ എഴുതി. നെക്സ്റ്റ് ആരാ? പാർവന എഴുതിയോ മോളെ? അമ്ന എഴുതിയിട്ടുണ്ട്. ജിയോണ എഴുതി. ഗൗരിനന്ദ എഴുതുന്നുണ്ടോ മോളെ? നസീം എഴുതിയോ? നസീം. കാശിനാഥ് എഴുതിയിട്ടുണ്ട്. സൂപ്പർ, എല്ലാ കുട്ടികളും നല്ല മക്കൾ കേട്ടോ. അക്സബ് എഴുതി. ലക്ഷ്മി അഭിലാഷ്, ലക്ഷ്മി അഭിലാഷ് എഴുതിയോ മോളെ? ക്രിസ്റ്റോ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ഗുഡ്. ധ്യാൻ എഴുതിയോ? ധ്യാൻ. അഭിരാമി എഴുതിയിട്ടുണ്ട്. ജിയോണ എഴുതി അല്ലേ? നൈജൽ എഴുതിയോ മോനെ? അവേദ്യ എഴുതിയോ മോളെ? അവേദ്യ എഴുതിയോ? ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഇനി ആരാ? അപ്പൊ എല്ലാരും നല്ല മക്കളായി എഴുതുന്നുണ്ടേ, സൂപ്പറാണേ. അപ്പോ ഇനി എന്താ എഴുതണ്ടേ? ചാ ചാ ജാ ചാ ഞ.
ഉറക്കെ വായിച്ച എല്ലാവരും കാ ഖ ഗ ഖ ങ. അപ്പൊ കാ കരടി, ഖ നഖം, ഗ ഗാനം, ഖ മേഘം, ങ മാങ്ങ എന്നല്ല. അപ്പൊ ഇങ്ങ വരും. ഓക്കെ. നെക്സ്റ്റ് ച ചർക്ക. നെക്സ്റ്റ് ചായ, ജനൽ, ഝാൻസി റാണി, ഞണ്ട്. എല്ലാവരും കൂടെ പറയുന്നില്ലേ? മിസ്സിന്റെ കൂടെ വായിക്കുന്നില്ലേ? ഓക്കെ. ഞണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇന്ന് എന്താ പഠിക്കേണ്ടത്? ഞാൻ കഴിഞ്ഞ ഏതാ? നെക്സ്റ്റ് ട അല്ലേ? ട ക ച ട അല്ലേ? അപ്പൊ ട എന്താ വരുക? ട എങ്ങനെ എഴുതുവാ? ട എല്ലാവരും എഴുതിയ നോക്കിയേ. ഇതാ മിസ് എഴുതുന്നുണ്ടേ. ട. ഓക്കെ. ട എങ്ങനെ എഴുതുവാ? ഇങ്ങനെ എടുത്ത് നമ്മൾ ഇംഗ്ലീഷിൽ അക്ഷരം എസ് എഴുതും പോലെ എഴുതും അല്ലേ? ഓക്കെ. ട. ഓക്കെ. ട കഴിഞ്ഞാലോ? നെക്സ്റ്റ് ഏതാ? ഖ. ഖ എങ്ങനെയാണ്? ഇതാ ഇങ്ങനെ ഒരു പൂജ ഇടുന്ന പോലെ. ഓക്കെ. ഖ. നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ലെറ്റർ ഏതാ? ഡ. ഡ എങ്ങനെ എഴുതുവാ? ഒരു റാ എഴുതി ഇങ്ങനെ എടുത്ത് മറച്ചിട്ട് ഞാൻ എഴുതുന്ന പോലെ. ഓക്കെ. ഡ. ഇത് മുട്ടിയിട്ട് മനസ്സിലാവൂലേ? ഓക്കെ. ഡ ഡായായി അല്ലേ? ഡ. കുട എന്നല്ല എഴുതുന്ന ടായാണ്. കുട അല്ലേ? ട. നെക്സ്റ്റ് ഇതോ പീഠം. പീഠം അല്ലേ? പീഠം എഴുതുമ്പോ എഴുതിയാണ് രണ്ടാമത്തെ ഡ. മൂന്നാമത്തെ ഡായോ? ഡപ്പി അല്ലേ? ഓക്കെ. പിന്നെയോ മൂഢൻ. ആ മൂന്നാമത്തെ ഢ എഴുതിയിട്ട് ഉള്ളു കൂട്ടുന്നതാണ് നാലാമത്തെ ഢ. മൂന്നാമത്തെ ഢ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഉള്ളിൽ ഇങ്ങനെ കൂട്ടണം. അപ്പൊ എന്തായി? നാലാമത്തെ ഢായി. മൂഢൻ എന്നുള്ള എഴുതുന്ന ഢായാണിത്. പിന്നെയോ വീണ. വീണ, അരണ എന്നുള്ള എഴുതുന്നത് എങ്ങനെയാ? നമ്മൾ ഈ നായി ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചു നമ്മള്? ട, ഠ, ഡ, ഠ, ണ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കഖ. ഓക്കെ. ഗുഡ് ധ്യാൻ. ഗുഡ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഗുഡ് ആണ്. എല്ലാവരും നല്ല മക്കളാണ് കേട്ടോ. ആരോമലിന് എഴുതിയിട്ടുണ്ടോ? ഓക്കെ. സൂപ്പർ. ഓക്കെ. ഗുഡ് ബോയ് കേട്ടോ. നൈജൽ എഴുതിയിട്ടുണ്ട് സൂപ്പർ ആയിട്ട്. ജിയോന എഴുതിയിട്ടുണ്ടോ മോനെ? പറയുന്നുണ്ട്. ഓക്കെ. ഗുഡ്. കാശിനാഥ് എഴുതിയിട്ടുണ്ട്. നല്ല മക്കളാണ് ഇപ്പൊ എല്ലാവരും. എല്ലാവരും സൂപ്പറായി എഴുതുന്നുണ്ട്. നെഹ്ലക്കുട്ടി ഇന്ന് എവിടെ പോയി? നിന്റെ സ്ലേറ്റ് എവിടെ പോയിടാ? ക്രിസ്റ്റോ എഴുതുന്നുണ്ടോ മോനെ? ഓക്കെ. ഡാറ്റ എഴുതണം. ആരാ ഫാസ്റ്റ്? ടീച്ചറിനെ കാണി ഫാസ്റ്റ് ആണ് കുട്ടികളല്ലേ? സൂപ്പർ. ഓക്കെ. അപ്പൊ ഇനി എന്താ? ഇനി ആരാ എഴുതാതെ ഉള്ളേ? അവിനാശിനെ കാണുന്നില്ലല്ലോ സ്ലേറ്റ് മറിഞ്ഞിട്ട്. ഓക്കെ. ദേവപ്രിയ എഴുതിയിട്ടുണ്ട്. ധ്യാന എഴുതിയിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടി എഴുതിയോ? അമീൻ താജ് എഴുതിയോ മോനെ? ഓക്കെ. ഗുഡ്. അക്സബ് എഴുതിയിട്ടുണ്ട്. സമജ്ഞ എഴുതുന്നുണ്ട് കാര്യമായിട്ട്. ഞാനാ ഫിയോണ എഴുതിയിട്ടുണ്ട്. ഭവിക എഴുതിയിട്ടുണ്ട്. ഇഷാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ആശിനാഥ് എഴുതിയിട്ടുണ്ട്. അവേദ്യക്കുട്ടി എഴുതിയിട്ട് കാണുന്നുണ്ട്. ക്രിസ്റ്റോജോൺ എഴുതിയത് കണ്ടു. നെഹ്ലക്കുട്ടി എഴുതിയ കണ്ടു. അലോൺ
ഓക്കെ, കണ്ടില്ലല്ലോ മിസ്. ഓക്കെ, നസീം സൂപ്പറായി എഴുതിയിട്ടുണ്ട് കേട്ടോ മോനെ. ഇപ്പൊ ടാഠ ഡാഠ നാ വരെ എത്തിയല്ലേ നമ്മള്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കാക്ക ഗാക്ക ങ പഠിച്ചു. നെക്സ്റ്റ് ചാ ചാ ജാ ചാ ഞാ പഠിച്ചു. ടാഠ ഡാഠ ണ പഠിച്ചു അല്ലേ ഇന്ന്. അപ്പൊ കാ കരടി, നെക്സ്റ്റ് ഖായന ഖം, ഗാനം, മേഘം, മാങ്ങ അല്ലേ. ഓക്കെ, അത് ഇങ്ങയാണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പഠിച്ചത് നമ്മള്? ചാ ചർക്ക, ചായ, കൂജ, പിന്നെയോ ചഷം, പിന്നെയോ അല്ലെങ്കിൽ ചാൻസി റാണി. ഓക്കെ, നെക്സ്റ്റ് പിന്നെ എന്താ പഠിച്ച? ഞണ്ട് അല്ലേ. പിന്നെ ഏതാ പഠിച്ചത് നമ്മൾ? ഇട്ട ത കുട, ഠ പീഠം, ഡ ഡപ്പി, ഠ മൂഢൻ, ണ വീണ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എല്ലാവരും പഠിച്ചില്ലേ? പഠിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇത്രയും പഠിച്ചു എന്ന് മിസ് വിചാരിക്കുന്നേ. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് എഴുതണം? അന്ന് നമ്മൾ ചാച്ചാ ചാച്ചാ ഞാൻ വരെ എഴുതി അല്ലേ നോട്ടില്. അപ്പൊ ഇന്നത്തെ നോട്ടിൽ എന്താ എഴുതേണ്ടത്? ടാഠ ഡാഠാണ. എങ്ങനെ എഴുതണം? ആദ്യം ഇന്ന് ടാഠ ഡാഠാണ മുഴുവൻ എഴുതുന്നൊന്നുമില്ല, ഒരു ടാ എഴുതിയാലും മതി കേട്ടോ. പഠിക്കാത്ത കുട്ടികൾ എല്ലാം ഒന്നും ചെയ്തൊന്നുമില്ല. പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യണം? ഒന്ന് ചെയ്താൽ മതി. പഠിക്കാത്ത കുട്ടികൾ സ്ലേറ്റിൽ ഒരു അക്ഷരം എഴുതി ആ അക്ഷരം ഒരു പേജ് കംപ്ലീറ്റ് വരച്ച് നല്ല നീറ്റായി നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്യുന്ന പോലെ എഴുതണം. 3 കോളാക്കി വരച്ച് അതിൽ ഓരോ അക്ഷരം എഴുതുവോ, ഒന്നിച്ച് എഴുതണം, ഒന്നിച്ച് 5 കോളാക്കി എഴുതണം. പഠിച്ചവർ സ്ലേറ്റിൽ എഴുതി പഠിച്ചതിന് ശേഷം മാത്രം എഴുതിയാൽ മതി. 2 ലൈൻ ബുക്കിൽ അല്ലേ. അവിനാഷിൽ എഴുതിയോ? അവിനാഷേ, നൈജൽ വീഡിയോ ഓൺ ചെയ്തേ മോനെ. നൈജൽ, മഹദിയ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല മക്കളായി മിസ് എഴുതുന്ന മിസ്സിനറിയാം. ഓക്കെ, എല്ലാവരും എഴുതണം. അമ്മമാരെ കൊണ്ട് എന്നും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. സ്വന്തമായി എല്ലാവരും എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമ്മ പഠിച്ചു അല്ലേ. നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങള്. ആന, അതെല്ലാം അറിയാലോ. ആ വെച്ച് എത്ര വേർഡ്സ് പറയാൻ പറഞ്ഞാലെല്ലാം അറിയാലോ. അമ്മ, അപ്പം, അറ, ആന, ആമ അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ? ആന അറിയില്ലേ? ഇനിയോ എങ്ങനെ എഴുതുന്ന അറിയോ നിങ്ങൾക്ക്? ആന എന്നല്ല എഴുതാൻ അറിയോ? ഓക്കെ, അപ്പൊ ആമ. പിന്നെ ഇനി എന്താ? ഈ ഇല, ഈ ഇഞ്ചി എന്ന് പഠിക്കണം അല്ലേ നമുക്ക്. ഈ ഇല എന്ന് എഴുതാൻ അറിയോ എല്ലാവർക്കും? ഇല എന്ന് എഴുതാൻ അറിയോ എല്ലാവർക്കും? ഒന്ന് മിസ്സിൽ എഴുതി കാണിച്ചു തന്നെ എല്ലാവരും. ഇലാന്ന് എങ്ങനെ ഇലാന്ന് എഴുതുക നോക്കട്ടെ. അറിയോ നോക്കട്ടെ. ആദ്യം ഈ എഴുതണം, എന്നിട്ട് ലാ എഴുതിയേ നോക്കട്ടെ. അപ്പോ ഈ ഇല നോക്കാലേ നമുക്ക് അറിയോ നോക്കട്ടെ. ഓക്കെ, ഗുഡ്. ധ്യാനം എഴുതിയോ ഇലാന്ന് നോക്കട്ടെ. കുറച്ചുകൂടി പൊന്നിച്ചുടിക്കേ ലൈറ്റ്. സൂപ്പർ ഇഷാൻ, സൂപ്പർ. എല്ലാവർക്കും അറിയാം. അയോണി അറിയാം. ഈ ഇല എന്നല്ല എഴുതാൻ അറിയാം അല്ലേ. ഈ ഇഞ്ചി എഴുതാൻ അറിയോ? ഇഞ്ച എഴുതാൻ അറിയോ? ഈ ഇല അക്സബ് എഴുതിയ മോനെ. നസീം, അലോൺ ജോസഫ്, അലോൺ, അലോൺ, അലോണി ക്ലിയർ ഇല്ലേ മോനെ? സിയാൻ എഴുതിയോ? സിയാൻ, അന്ന ഗ്രേസ്, ക്രിസ്റ്റി ജോസഫ് എഴുതിയോ മോനെ? ക്രിസ്റ്റി ജോസഫ് എഴുതിയോ? അവേദ്യ എഴുതുന്നുണ്ടോ? ഈ ഇല ഇല. ആന എഴുതാൻ അറിയാ. ആമ എഴുതാൻ അറിയോ?
ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ ഇല നല്ല എഴുതാൻ അറിയാം നിങ്ങൾക്ക് അല്ലേ? നല്ല കുട്ടികളാണ്. ഇല, ഇഞ്ചി. ഇഞ്ചിന്ന് എഴുതാൻ അറിയോ? അത് കുറച്ച് കടുപ്പാണ് അല്ലെ? ഇഞ്ചി, ഇഞ്ച എഴുതാൻ. ഓക്കെ. അപ്പോൾ നമ്മളെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോ നമുക്ക് ഇത് കംപ്ലീറ്റ് പഠിച്ചിട്ട് കിടക്കാൻ തോന്നും അല്ലെ? നമ്മളെ പുസ്തകം ഇതാണ്. പുതിയൊരു ബുക്ക് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ബുക്കിന്റെ ഏതാ പേരെന്താണെന്ന് അറിയോ? മലര്. എന്താ ബുക്കിന്റെ പേര്? മലര്. എന്താ പേര്? മലര്. നമ്മുടെ ബുക്കിന്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ അറിയണല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ബുക്കിന്റെ പേര്? മലര്. ബുക്ക് മേടിച്ച എല്ലാവർക്കും അറിയാം നമ്മുടെ ബുക്കിന്റെ പേരെന്താണെന്ന് അല്ലേ? ഓക്കെ. ബുക്ക് മേടിക്കാത്തവർക്ക് നമുക്ക് മേടിക്കാം കേട്ടോ. അപ്പൊ മലര് എന്നാണ് നമ്മുടെ ടെക്സ്റ്റിന്റെ ഇപ്പോഴത്തെ ടെക്സ്റ്റിന്റെ പേര്. കഴിഞ്ഞ പോലത്തെ ടെക്സ്റ്റ് അല്ല, കുറച്ച് വലിപ്പമുള്ള ടെക്സ്റ്റ് ആണ്. കാണാനേ ഉള്ളൂ കേട്ടോ. അല്ലേ അഭിരാമി? അപ്പൊ മലര് എന്നാണ് നമ്മുടെ ടെക്സ്റ്റിന്റെ പേര് അല്ലേ? മധുമൊഴി മലയാളം മലര് എന്നാണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യത്തെ പാഠത്തില് എന്റെ വിദ്യാലയം എന്ന് മറ്റൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ വിദ്യാലയം. വിദ്യാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കൂൾ അല്ലേ? വിദ്യാലയം എന്ന് പറഞ്ഞാൽ പാഠശാല അല്ലേ? സ്കൂൾ. എന്താണ്? ഞാൻ ഒരാളോട് ചോദിക്കാം, നമ്മുടെ സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അറിയോ എല്ലാവർക്കും? ആരാ പറയുന്നേ ഒരാള്? നമ്മുടെ സ്കൂൾ ഏതാണ്? ഓക്കെ, ക്രിസ്റ്റോ പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, ക്രിസ്റ്റോ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ഏതാ നമ്മുടെ സ്കൂള്? ക്രിസ്റ്റോ പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട്. ഓക്കെ, പറഞ്ഞോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യുമ്പോ നിങ്ങൾ. ഓക്കെ, ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ അല്ലേ? അപ്പൊ ഇതാണ് ഇതിലത്തെ ചോദ്യം. എന്റെ വിദ്യാലയം എന്നാണ്. അപ്പൊ നമ്മുടെ വിദ്യാലയം ഏതാ? നമ്മുടെ സ്കൂൾ ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്റെ വിദ്യാലയം ആണ് നമ്മുടെ ഫസ്റ്റ് പാഠത്തിന്റെ പേരെന്താണ്? ഫസ്റ്റ് ലെസൺ എന്റെ വിദ്യാലയം. അപ്പൊ എന്റെ സ്കൂൾ, എന്റെ പാഠശാല. ഓക്കെ. അപ്പൊ എന്താണെന്നറിയോ ഇതിൽ പറയുന്നേ? വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ. അങ്ങനെ ഇതിന്റെ ആദ്യ ലൈൻ എന്നാ? വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ നമ്മൾ എവിടെത്തും? സ്കൂളിലെത്തും അല്ലേ? ഓക്കെ, എത്താമല്ലോ നഴ്സറിയിൽ. പിന്നെ എന്താ ഉള്ളത്? ഒപ്പമിരുന്ന് പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരുമൊത്തിരി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് പറയണ്ട അല്ലേ? സ്കൂളിൽ വന്നാൽ നിങ്ങൾക്ക് ആരൊക്കെയുണ്ട്? ഒപ്പമിരുന്ന് പഠിക്കാനും ഒപ്പമിരുന്ന് കളിക്കാനും കൂട്ടരും ഉണ്ട് അല്ലേ? ഓക്കെ, അതാ ഇതിൽ പറയുന്നത്. എന്താ പറയുന്നേ? എന്റെ വിദ്യാലയം എന്നുള്ള ഈ പാഠത്തിൽ എന്താ പറയുന്നത്? വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ. ഇപ്പൊ സ്കൂളിനെ പറ്റി പറയുന്നല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ വന്നാൽ സ്കൂളിൽ വരുന്ന സമയത്ത് എന്താവും? സ്കൂളിലെത്തും. സ്കൂളിലെത്തിയാൽ നമുക്ക് ആരൊക്കെയുണ്ട്? ഒപ്പമിരുന്നു പഠിക്കാനും പിന്നെയോ ഒന്നിച്ചാർത്തു കളിക്കാനും പിന്നെയോ കൂട്ടരുമൊത്തിരി ഉണ്ടല്ലോ. കൂട്ടായി എത്തും ഗുരുനാഥ. ഗുരുനാഥ പറഞ്ഞ ആരാ? ടീച്ചർ അല്ലേ? നമ്മുടെ ടീച്ചർ. ഗുരുനാഥ എന്ന് പറഞ്ഞ ആരാ? ടീച്ചർ. അപ്പോ ഒന്നിച്ച് കളിക്കാൻ ആരുണ്ട്? കുറെ കൂട്ടുകാരുണ്ടല്ലേ? ഓരോരാള് സ്കൂളിൽ വന്ന എന്തൊക്കെ കളിയായിരുന്നു അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? കൂട്ടുകാരെല്ലാം ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അല്ലേ അമീനെ? കൂട്ടുകാരെ ഓർമ്മയുണ്ടോ? ഓക്കെ, കൊറേ കൂട്ടുകാരുണ്ട് കളിക്കാൻ. ദേവപ്രിയക്കെല്ലാം ചിരി വരുന്നു സ്കൂൾ പറയുമ്പോ അല്ലേ ദേവപ്രിയ? ആരോമല്ലേ ചിരി വരുന്നത് അല്ലേ? കൊറേ പേർക്ക് സ്കൂൾ പറയുമ്പം വല്ലാത്തൊരു ഇഷ്ടമുള്ളത് അല്ലേ? അപ്പൊ എന്തൊക്കെയുണ്ട് സ്കൂളിലെത്തിയാല്? വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ. ഒപ്പമിരുന്ന് പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും. ഒപ്പമിരുന്ന് പഠിക്കാനുണ്ട് കൂട്ടുകാർ അല്ലേ?
പിന്നെന്തിനാ ഉള്ളത്? ഒന്നിച്ചാർത്ത് കളിക്കാൻ, ആർത്ത് രസിച്ച് കളിക്കലായിരുന്നു അല്ലേ നിങ്ങള്? അല്ലേ? അങ്ങനെയായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം? ഓക്കേ. പിന്നെന്താ ഉള്ളത്? കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ, കൂട്ടുകാരുണ്ടല്ലേ നമുക്ക് ഒരുപാട് ഒന്നിച്ച് കളിക്കാൻ. ദേവപ്രിയക്കെല്ലാം സമജ്ഞയുണ്ട്. ഓക്കെ. പിന്നെ ആർക്കാ? അമീൻ രാജിന് അക്സബ് ഉണ്ടായിരുന്നു. പിന്നെ കാശിനാഥിന് ആരോമലുണ്ട്. കുറെ കൂട്ടുകാരുണ്ട്. നൈജലിന് ഉണ്ട് കൂട്ടുകാരല്ലേ? ഓക്കെ. അയ്യോ, അവിനാശിനി ഉണ്ടായിരുന്നു. കുറെ കൂട്ടുകാരുണ്ടായിരുന്നു അല്ലേ അവിനാശേ? ആ, കുരുത്തക്കേട് കളിക്കാൻ കുറെ ആളുണ്ടായിരുന്നു, ആർത്ത് കളിക്കാൻ, ആർത്തുല്ലസിക്കാൻ അല്ലേ? ഓക്കെ. നെഹ്ലക്കുട്ടിക്കുണ്ടായിരുന്നു, നസീമിനുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ? അന്നക്ക് ഉണ്ടായിരുന്നു, സിയാനി, ഓരോരാളെ കൂട്ടുകാരെ ഞാൻ മിസ്സിന് അറിയാം അല്ലേ? അപ്പോ പിന്നെ എന്താ പറയുന്നേ? കൂട്ടായി എത്തും ഗുരുനാഥ, ഗുരുനാഥയും എത്തും, ടീച്ചർ അല്ലേ? ടീച്ചറും എത്തും. അപ്പൊ ഇന്ന് നമ്മളെ പഠിപ്പിച്ച് ചാച്ചാ ചാച്ചാനെയും ടാറ്റാ ടാറ്റാനെയും മറന്നുപോലെ ഇതിന്റെ ഇടയില്. അപ്പൊ ഇതൊന്നുകൂടി മിസ് ഇന്നും പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ. അപ്പൊ എന്താ വേറെ എന്താ ഉണ്ടായത്? കളി പഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. കളിയും പഠനവും കഴിഞ്ഞ എല്ലാവർക്കും എവിടെ പോവാ? വീട്ടിലേക്ക് തിരിച്ചു പോവാ അല്ലേ? ഓക്കെ. വൈകുന്നേരം ആയാലും എന്ത് ചെയ്യാ? ഒരു ജനഗണ ചൊല്ലിയപാടും വീട്ടിലേക്ക് ഓടും അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ കുട്ടികള്? ഓക്കെ. അപ്പൊ വിദ്യാലയത്തിനെ കുറിച്ച് മിസ് പറഞ്ഞു. വിദ്യാലയത്തിലെത്തിയ നമുക്ക് കളിക്കാൻ ആളുണ്ട്, ഗുരുനാഥയുണ്ട് അല്ലേ? പഠിപ്പിക്കാനൊരു ടീച്ചർ ഉണ്ട് അല്ലേ? പിന്നെ ആരാ ഉള്ളത്? കളി പഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. ഇങ്ങനെയാണ് വിദ്യാലയത്തിൽ അല്ലേ? അപ്പൊ വിദ്യാലയത്തെ കുറിച്ച് എന്നും പറയാം നമുക്ക്, അത് പഠിക്കാം. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കാക്ക കാക്കങ്ങ നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. ഇന്ന് മിസ് ടാറ്റ ഡാറ്റാണ 5 അക്ഷരാണ് പഠിപ്പിച്ചത്. അപ്പൊ പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും പറയും കേട്ടോ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, എല്ലാവരും മെല്ലനെ എഴുതി 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 പഠിച്ചാൽ മതിയേ. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്നാ? ടാറ്റ ഡാറ്റാണ അല്ലേ? അപ്പൊ അത് കൃത്യമായി പഠിച്ച കുട്ടികൾ നോട്ടിലേക്ക് എഴുതിയാൽ മതി. അല്ലാത്തവര് സ്ലേറ്റിൽ എഴുതി നല്ലപോലെ എഴുതി ഹോംവർക്ക് ചെയ്താൽ മതി കേട്ടോ. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നല്ല മക്കളായിട്ട് എല്ലാരും ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ ആണോ എല്ലാരും? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ക്ലാസ് ഇന്ന്? ഓക്കെ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? ആ, അമ്ന ഫാത്തിമക്ക് ഓർമ്മയില്ലേ അമ്ന? ഓക്കെ. ലിസൺ ഹിയർ. നെഹ്ലക്ക് ഓർമ്മയുണ്ടോ? നെഹ്ലക്കുട്ടി ഉണ്ട് അല്ലേ? അപ്പൊ സമയത്തൊക്കെ ഓർമ്മയുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? പിന്നെ ആർക്കാണ് ഇനി? ആർക്കെങ്കിലും മിസ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ ഒന്നുകൂടി മിസ് പറഞ്ഞു തരും പാട്ട്. അപ്പൊ ആർക്കെങ്കിലും മിസ്സിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ കൈ പൊക്കണം. ആർക്കാ സംസാരിക്കാൻ? ദേവപ്രിയക്ക് സംസാരിക്കണം. അപ്പോ ദേവപ്രിയ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ. എന്താ മിസ്സിനോട് പറയാനുള്ളത്? ഇത് ഏത് പുസ്തകാടാ? മലയാള പാഠാവലിന. ഓക്കെ. അതിൽ നിന്നെല്ലാം നീ പഠിച്ചോ, കുഴപ്പമില്ല. നമ്മുടെ പുസ്തകം ഇവിടെ ഉണ്ട്, നമുക്ക് പഠിക്കാം. പക്ഷെ അതിന് പഠിച്ചാലും നല്ല തന്നെ, അക്ഷരങ്ങളെല്ലാം എഴുതി പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗൗരി എന്താ വീഡിയോ ഓൺ ചെയ്തേ? ഗൗരി എന്താ? അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മിസ്സിനോട്? ഇല്ലേ? ആർക്കും ഇല്ലേ? അയോണിനൊന്നും ഒന്നുമില്ല അല്ലേ? അയോൺ അമ്നക്കുട്ടിക്കും ഇല്ല, അവിനാഷിനില്ല. നേരാണ്. മീരാൻ എവിടെയായിരുന്നുടാ? ഇതാരാ? മീരാൻ എന്നാണ് പേര് കാണുന്നത്. നോക്കട്ടെ. പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. മീരാൻ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. മഹദിയ എന്നാണോ പേര്? ഓക്കെ. മഹദിയ അടിച്ചു കയറണം കേട്ടോ.
മഹദി കുട്ടി ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ മഹദിയ? അല്ലേ മഹദിയ? ഇത്ര സമയം കിട്ടിയിട്ടില്ലേ ടീച്ചറെ? കിട്ടിയില്ല അല്ലേ? കിട്ടിയിട്ടില്ല. ഇത്ര സമയം നോക്കിട്ട് അതെ അല്ലേ? അവിടെ വിളിച്ച് ചോദിച്ച പോലെ കിട്ടിയത്. അതെ അല്ലേ? ഓക്കെ, താങ്ക് യു. Thank you, teacher. Thank you. Bye. See you tomorrow. ബൈ. Okay. Bye എല്ലാവരോടും. Okay. Tata, bye bye. കട്ട് ചെയ്യുന്നേ. ഓക്കെ, എല്ലാവരോടും അന്വേഷണം പറയുന്നേ കേട്ടോ. ടാറ്റ പറയുന്നേ. ഓക്കെ. Bye. Bye. See you. See you.